പാലാ ടൗൺ ലയൺസ് ക്ലബിന്റെ 2026-27 പ്രവർത്തന വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. LCIF ഏരിയ ലീഡർ അഡ്വക്കേറ്റ് വി അമർനാഥ് ഇൻസ്റ്റലേഷൻ കർമ്മം നിർവഹിച്ചു. പുതിയ പ്രോജക്ടുകളുടെ ഉദ്ഘാടനം പൂഞ്ഞാർ MLA MJ സെബാസ്റ്റ്യൻ നിർവഹിച്ചു. നമുക്കറിയാം NVIDIA പോലെയുള്ള കമ്പനികൾ $1 ട്രില്യൺ ആണ് അവരുടെ അസറ്റ് 10 വർഷം കൊണ്ടുണ്ടായത്. 95 ലക്ഷം കോടി രൂപ. ഞാൻ പറഞ്ഞത് ഈ ഫണ്ടൊക്കെ നമ്മുടെ ഇവിടുത്തെ ഒരു മൊബൈൽ ഫോൺ മേടിക്കുമ്പോഴല്ലേ കമ്പ്യൂട്ടർ അതുമായി ബന്ധപ്പെട്ട് ഏത് സാധനത്തിന്റെയും സക്ക് ചെയ്ത് പുറത്തോട്ട് വലിക്കപ്പെടുകയായിരുന്നു. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, 5 വർഷം മുമ്പ് കെമിസ്ട്രിയുടെ നോബൽ പ്രൈസ് കിട്ടിയ ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് നമ്മുടെ സെല്ലുകൾ ഏതാണ്ട് 30 കോടിയോളം ആമിനോ ആസിഡുകളിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സെല്ലുകളിലെ മനുഷ്യബുദ്ധിക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് കേവലം 20,000 വരെ 25,000 വർഷങ്ങൾ മനുഷ്യന്റെ തിരിച്ചറിയാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾ ഈ 30 കോടി ആമിനോ ആമ്ലങ്ങളെയും ശരിയായി ക്രൊണോളജിക്കലെയും ഇതിനെ സെറ്റ് ചെയ്ത് തിരിച്ചറിഞ്ഞു. ഇതിന്റെ കോൺഫിഗറേഷൻ വളരെ ക്ലിയർ കട്ട് ഐഡന്റിഫൈ ചെയ്തു. അതിന്റെ അർത്ഥം നമ്മുടെ അസുഖങ്ങളും ഓൾമോസ്റ്റ് ഒരു 80% എലിമിനേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഇതോടൊപ്പം ഏജ് കട്ടിങ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വരും. കൂടാതെ 50 വർഷത്തിന് ജീവൻ നിലനിർത്തുന്ന സാഹചര്യത്തിലേക്ക് വരും. ഇതോടൊപ്പം ജീവന്റെ സത്യവും വിദ്യയും തിരിച്ചറിയുന്ന കാലഘട്ടത്തിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരും. ക്ലബ് അംഗങ്ങളുടെയും വിശിഷ്ടാതിഥികളുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ പുതിയ പ്രസിഡന്റ് ഉണ്ണികുളപ്പുറം, സെക്രട്ടറി ബെന്നി മൈലാടൂർ, ട്രഷറർ സുനീഷ് നായർ, അഡ്മിനിസ്ട്രേറ്റീവ് അനിൽ പാലക്കൽ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ സ്ഥാനമേറ്റെടുത്തു. സ്ഥാനമൊഴിയുന്ന ഭാരവാഹികളിൽ നിന്ന് പുതിയ ഭാരവാഹികൾ ചുമതല ഏറ്റുവാങ്ങി. പുതിയ പ്രവർത്തന വർഷത്തിൽ സാമൂഹിക സേവനം, ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ ലയൺസ് ഭാരവാഹികളും ക്ലബ് അംഗങ്ങളും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു.